ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിധവയും രോഗിയുമായ ചന്ദ്രികയ്ക്ക് മുൻകാല പ്രാബല്യം നോക്കാതെ വീട് നൽകാനാവില്ലെന്ന് എറണാകുളം ചിറ്റാറ്റുകര പഞ്ചായത്തിൽ നിന്ന് ഉടൻ വീട് കിട്ടാത്തതിനാൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചന്ദ്രിക. സുമനസുകൾ ഇവരുടെ ദുരനുഭവം കാണാതെ പോകരുത്. വിധവയും രോഗിയുമായ പരുവത്തുരുത്ത് സ്വദേശി ചന്ദ്രികയ്ക്ക് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീട് നൽകാനാവില്ലെന്ന് എറണാകുളം ചിറ്റാറ്റുകര പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതായി ചന്ദ്രിക പറഞ്ഞു. ഒറ്റയ്ക്ക് താമസിക്കുന്നതിനാലാണ് വീട് ലഭിക്കാൻ തടസ്സം എന്നാണ് ആരോപണം. 24 ആഗസ്റ്റ് 31 എൻ്റെ വീട് തകർന്നത്. ഞാൻ ആസ്പത്രി കിടക്കുമ്പോഴാണ്, നട്ടലി പഴുപ്പൊക്കെ വന്ന് കിടക്കുമ്പോഴാണ് ഇങ്ങനെ കാശ് ഒരുപാട് നാട്ടുകാരൊക്കെ കൂടി സഹായിച്ചാണ് ആസ്പത്രി കിടന്നത്. പിന്നെ വന്ന് നോക്കുമ്പോൾ വീട് തകർന്നൊന്നുമില്ല. അവിടെ ഇവിടെ ഓരോരുത്തരുടെയും വീട്ടിൽ നിന്ന് നമുക്ക് ഇതാണ് ഭീഷണികളാണ്. അതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ മാറി മാറിയൊക്കെയാണ് നിൽക്കണത്. അനിയത്തിമാരുടെ വീട്ടിലൊക്കെ അവരെ കൊടുത്തൊക്കെ അങ്ങനെ. പിന്നെ എനിക്ക് നടക്കാനൊന്നും പറ്റണില്ല. സ്ഥിരമായിട്ടും മരുന്ന് കുടിക്കാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് ഇനി ചെയ്യണമെങ്കിൽ 1.5 ലക്ഷം വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം അടുത്ത ആസ്പത്രിയിലാണ് പോണത് സ്ഥിരം മരുന്ന് കുടിക്കാൻ. അതുകൊണ്ട് എനിക്ക് ചെറിയ വീടാണെങ്കിലും വെച്ച് തരണം. എൻ്റെ ഭർത്താവ് അറ്റാക്ക് വന്ന് മരിച്ചതാണ് പെട്ടെന്ന്. അപ്പോഴാണ് ലൈഫിൽ കൊടുത്തത്. ലൈഫിൽ കൊടുത്തിട്ട് എല്ലാം ശരിയായെന്നും പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് എന്നെ വിളിപ്പിച്ചാണ്. എന്നിട്ട് വീട് ഇല്ലാന്നാണ് പറഞ്ഞ സെക്രട്ടറി പറഞ്ഞ ഒറ്റക്ക് ഓർക്കണവർക്ക് വീട് കിട്ടൂലെന്ന്. എന്നാൽ ലൈഫ് ഭവന പദ്ധതിയിൽ പേരുള്ളതിനാൽ ഇവർക്ക് വീടിന് അർഹതയുണ്ടെന്നും മുൻഗണനാക്രമത്തിൽ താഴെയായതിനാൽ വീട് ലഭിക്കാൻ കുറച്ച് വൈകുമെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 2024 ആഗസ്റ്റിലുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലുമാണ് ഇവരുടെ വീട് തകരുന്നത്. അതുകൊണ്ട് മുൻഗണനാക്രമം തെറ്റിച്ച് ഇപ്പോൾ അവർക്ക് വീട് നൽകാൻ സാധിക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ചന്ദ്രികയ്ക്ക് വീട് നൽകാൻ സാധിക്കുകയുള്ളൂവെന്നും കാലവർഷക്കെടുതിയിൽ വീട് നശിച്ചതിനാൽ പഞ്ചായത്തിൽ നിന്നും അടിയന്തര സഹായം നൽകിയിരുന്നുവെന്നും പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. നട്ടലിന്റെ ചികിത്സയ്ക്കായി ചന്ദ്രിക ആശുപത്രിയിൽ പോയ സമയത്താണ് വീട് തകരുന്നത്. അതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. വിധവയായ ചന്ദ്രിക വീടില്ലാതെ, ഒരു തുണയില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന ആശങ്കയിലാണിപ്പോൾ. ഒരു തറ കെട്ടി ഒറ്റമുറി വീട്ടിലെങ്കിലും കിടന്നുറങ്ങണമെന്നാണ് ചന്ദ്രികയുടെ ആഗ്രഹം. സുമനസുകൾ ഇവരുടെ ദുരനുഭവം കാണാതെ പോകരുത്. ന്യൂസ് ബ്യൂറോ, പറവൂർ. കളങ്കമില്ലാത്ത സൗഹൃദം പോലെ കലർപ്പില്ലാത്ത വിശ്വാസം. കല്ലൻസ് ജ്വല്ലറി.